തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും കണക്കുകൂട്ടലും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാഴികയ്ക്ക് 40 വട്ടം ചാനൽ ഫ്ലോറുകളിൽ കയറിയിരുന്ന് പറയുകയാണ്. ആ പറയുന്നത് വെറും വാക്കല്ല, തികഞ്ഞ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ്. തൃക്കാക്കരയിലും പാലക്കാട്ടും പുതുപ്പള്ളിയിലും നിലമ്പൂരിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് വൈകിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അന്ന് വൈകിട്ട് തന്നെ ഭൂരിപക്ഷം പ്രവചിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണയിട്ട് പറയുന്നു, 100 സീറ്റിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, 100 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് തികഞ്ഞ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. കാരണം സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരവും 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹമെന്ന ഉറച്ച ബോധ്യം വി ഡി സതീശനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചാനൽ ഫ്ലോറിൽ പോയിരുന്ന ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വിളിച്ചു പറയുന്നത് തങ്ങൾ UDF ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് നേരിട്ട് 100 സീറ്റ് നേടി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന പരിചയസമ്പത്തിനും യുവത്വത്തിനും ഒരേപോലെ പ്രാതിനിധ്യം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച് കേരളത്തിന്റെ മണ്ണിൽ 10 വർഷത്തിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ തനിച്ച് 70 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് മറികടക്കാനുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ജനുവരി മാസം, അതായത് ഈ മാസം 4, 5 തീയതികളിൽ വയനാടിന്റെ മലമടക്കുകളിൽ ചേരുന്ന ചിന്തൻ ശിബിരത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പുതിയ പ്ലാനുമായി കോൺഗ്രസ് കളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. കേരളം പിടിക്കാൻ കോൺഗ്രസിന്റെ പ്ലാൻ എന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതെല്ലാം വിഷയങ്ങളാണ് പ്രചരണായുധമാക്കുന്നത്? CPM-ന്റെ നെഞ്ചെടുപ്പ് ദിവസം തോറും വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുമ്പെങ്ങാമില്ലാത്ത വിധം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കളന്നിറയുമ്പോൾ CPM-ന്റെ പരാജയം അതിദയനീയമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ വിലയിരുത്തുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന് കാത്തുവെച്ച സർപ്രൈസ് എന്താണ്? കോൺഗ്രസിന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? CPM ഏത് രൂപത്തിലായിരിക്കും കോൺഗ്രസിന്റെ പ്രചരണത്തെ പ്രതിരോധിക്കുക? BJP കേരളത്തിൽ കറുത്ത കുതിരയായി മാറുമോ? വിശദമായി പരിശോധിക്കാം. PS സൗവർണികയാണ് കൂടെയുള്ളത്. എന്തൊക്കെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കി മാറ്റാൻ പോകുന്നത്? നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനാണ് മുൻതൂക്കമുള്ളതെന്ന് പറയാൻ കഴിയും. കാര്യം കോൺഗ്രസ് പ്രചരണായുധമായി പറയാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരിക്കും. കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിനെ, ഇപ്പൊ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെയും CPM-നെയും പൂർണ്ണ രീതിയിൽ വെട്ടിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി വരെ ചോദ്യം ചെയ്യുമ്പോൾ അതെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ടാക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പൊ സ്വാഭാവികമായും ശബരിമല ആയിരിക്കും കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. പിന്നെ CPI, ഇപ്പൊ തന്നെ LDF-നകത്ത് CPM-നും CPI-യും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതും കോൺഗ്രസിനൊരു ആത്മവിശ്വാസം നൽകുന്നതാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന് അതും വോട്ടാക്കാൻ കഴിയുമെന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 സീറ്റിലധികം പിടിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരും, കോൺഗ്രസ് അല്ല UDF അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ നമുക്കത് ചിരിച്ചു തള്ളാൻ കഴിയില്ല. കാര്യം ഇതിനു മുന്നേ എല്ലാ തവണയും വി ഡി സതീശൻ പറഞ്ഞത്, നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വി ഡി സതീശൻ പറഞ്ഞതെല്ലാം കൃത്യമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 6-ൽ 4 കോർപ്പറേഷൻ പിടിക്കുമെന്നും 2 ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപ്പൊ വെറുതെ പറയുന്നതല്ല, അല്ലെങ്കിൽ വായിൽ വരുന്നത് എന്തോ വിളിച്ചു പറയുകയല്ല സതീശൻ ചെയ്യുന്നത്. കൃത്യമായി പഠിച്ച്, അല്ലെങ്കിൽ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് സതീശൻ പറയുന്നതെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് അതേ ഐക്യത്തോടും ഒത്തൊരുമയോട് പോയി കഴിഞ്ഞാൽ 100-ലധികം സീറ്റോടുകൂടി അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. തീർച്ചയായും കേരളത്തിന്റെ മണ്ണിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. ആ പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പങ്കുവെക്കാനുള്ള കാരണമുണ്ട്. കാരണം നേരത്തെ പോലെയല്ല, കോൺഗ്രസ് ഒറ്റക്കെട്ടായി, കോൺഗ്രസ് ഐക്യത്തോടുകൂടി, കോൺഗ്രസ് കെട്ടുറപ്പോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നേരത്തെയെല്ലാം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഗ്രൂപ്പുകൾ ഉണ്ട്, ഗ്രൂപ്പ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നേരത്തെ പോലെയല്ല, പാർട്ടിക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. കാരണം 10 വർഷമായി കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുകയാണ്. ആ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ താഴെത്തട്ടുള്ള പ്രവർത്തകർ കൈമെയ് മറന്നു പോരാടുമ്പോൾ നേതാക്കന്മാർ കൂടി തികഞ്ഞ ഉത്തരവാദിത്തം കാണിച്ചാൽ ഇത്തവണ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയും. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്ത് പരിശോധിക്കുമ്പോൾ 140 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 സീറ്റുകൾ. ഈ 140 സീറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനവും നമുക്ക് വിശദമായി പരിശോധിക്കാം. അതായത് കാസർഗോഡ് ജില്ലയിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ഇരിക്കൂറും പേരാവൂരുമാണ് കോൺഗ്രസ് ജയിച്ച 2 സീറ്റുകൾ. തൊട്ടടുത്ത വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ കൽപ്പറ്റയിലും മാനന്തവാടിയിലും
കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലുമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. അതായത് കണ്ണൂരിൽ 2, വയനാട്ടിൽ 2, കോഴിക്കോടേക്ക് വരുമ്പോൾ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ കൂടി കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരേക്ക് വരുമ്പോൾ ചാലക്കുടിയിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിച്ചു വരാൻ കഴിഞ്ഞത്. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. എറണാകുളത്ത് വരുമ്പോഴാണ് വൈപ്പിൻ, കളമശ്ശേരി, കൊച്ചി, കോതമംഗലം ഈ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത്. തൊട്ടപ്പുറത്ത് ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിക്കാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത്. പത്തനംതിട്ടയിൽ ഒരു സീറ്റിൽ കോൺഗ്രസ് ജയിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ കുണ്ടറയും കരുനാഗപ്പള്ളിയുമാണ് കോൺഗ്രസ് ജയിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെത്തുമ്പോൾ കോവളത്ത് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അങ്ങനെ വന്നാൽ ഇനി കാര്യങ്ങൾ പന്തിയല്ല, കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഉദുമയിൽ ഇത്തവണ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂർ കോൺഗ്രസ് ഏറ്റെടുത്താൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കണ്ണൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ നഷ്ടമായ കൂത്തുപറമ്പ് UDF തിരിച്ചു പിടിക്കാൻ കഴിയും. അഴീക്കോട് UDF തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണ നഷ്ടമായ മാനന്തവാടി, നേരത്തെ കോൺഗ്രസിന്റെ PK ജയലക്ഷ്മി അടക്കമുള്ളവർ ജയിച്ച മണ്ഡലമാണ്. മാനന്തവാടി ഇത്തവണ എന്തായാലും ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ 3 സീറ്റും കോൺഗ്രസിന് ജയിച്ചു വരാൻ കഴിയും. കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും നിലനിർത്തുന്നതോടൊപ്പം മാനന്തവാടിയും ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ കുറ്റ്യാടി, പേരാമ്പ്ര, നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി ഈ സീറ്റുകളിൽ എന്ത് വില കൊടുത്തും ജയിക്കാൻ കഴിയുമെന്നും മലപ്പുറത്ത് നഷ്ടപ്പെട്ടു പോയ തവനൂരും പൊന്നാനിയും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. പാലക്കാട്ട് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ, ചിറ്റൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ, തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ തൃശ്ശൂരും മണലൂരും മുല്ലൂരും അടക്കമുള്ള സീറ്റുകൾ, കുന്നംകുളവും വടക്കാഞ്ചേരിയും അടക്കമുള്ള സീറ്റുകൾ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. നാട്ടികയിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതോടൊപ്പം എറണാകുളത്ത് കഴിഞ്ഞ നഷ്ടമായ വൈപ്പിനും കോതമംഗലവും കളമശ്ശേരിയും എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാൻ കഴിയും. കോൺഗ്രസിനോട് സംശയമുള്ളത് കൊച്ചിയിൽ മാത്രമാണ്. ബാക്കി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഇടുക്കിയിലടക്കം വലിയ മുന്നേറ്റം, കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം എല്ലാ മണ്ഡലങ്ങളുമുണ്ട്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം എടുത്ത് പരിശോധിക്കുമ്പോൾ നെയ്യാറ്റിൻകര, പാറശാല, കഴക്കൂട്ടം, വർക്കല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രല്, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കൊല്ലത്തെത്തുമ്പോൾ കൊല്ലം, ചാത്തന്നൂര്, കുണ്ടറ, കരുനാഗപ്പള്ളി, പുനലൂര് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ടയിൽ ആറന്മുളയും റാന്നിയും കോന്നിയും അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും. കോട്ടയത്ത് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും. നേരത്തെ വിട്ടുപോയത് കോട്ടയത്ത് ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലുള്ളത് കോട്ടയം മാത്രമാണ്, കോട്ടയം പുതുപ്പള്ളിയും മാത്രമാണ്. കോട്ടയം പുതുപ്പള്ളിയും നിലനിർത്തുന്നതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടും. പൂഞ്ഞാറും കുട്ടനാടും അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അത്തരത്തിൽ പ്രചരണായുധമാക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിന്റെ മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം പ്രചരണായുധമാക്കുകയും ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തിക്കുകയും യുവാക്കൾക്കും സ്ത്രീകൾക്കും അടക്കമുള്ള പ്രാതിനിധ്യം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടിക, അതിൽ നിരവധിയായ യുവാക്കളുടെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നിലനിർത്താൻ പല സ്ഥാനാർത്ഥികളെയും നമുക്ക് പരീക്ഷിക്കാം. അതുപോലെ ഉദുമ, നമുക്കൊരു ചെറിയൊരു സ്ഥാനാർത്ഥി അവലോകനം കൂടി നടത്തുകയാണെങ്കിൽ ഉദുമയിൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി നമുക്ക് ബാലകൃഷ്ണൻ പെരിയ, KPCയുടെ മുൻ സെക്രട്ടറിയാണ് ബാലകൃഷ്ണൻ പെരിയ, ഉദുമയിൽ മത്സരിപ്പിച്ചാൽ ഉദുമ നമുക്ക് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു കണക്കുകൂട്ടൽ. ഉദുമയിൽ ജോമോൻ ജോസ് മത്സരിച്ചാൽ ഉദുമ പിടിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ BP പ്രദീപ് കുമാർ, മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്, പ്രദീപ് മത്സരിച്ചാൽ ഉദുമ പിടിച്ചെടുക്കാൻ കഴിയും. ഒക്കെ കോൺഗ്രസിന്റെ പ്രതീക്ഷയുണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ തളിപ്പറമ്പ് കഴിഞ്ഞ തവണ ഗോവിന്ദൻ മാഷുമായി മികച്ച മത്സരം കാഴ്ചവെച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി VP അബ്ദുൾ റഷീദ് ഇത്തവണയും അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അബ്ദുൾ റഷീദ് മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂർ തിരിച്ചു പിടിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് റഷീദ് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ നാദാപുരത്ത് KM അഭിജിത്തിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് ജില്ലയിൽ ഏത് സീറ്റിൽ മത്സരിച്ചാലും അദ്ദേഹത്തിനെ പിടിച്ചെടുക്കാൻ കഴിയും. കൊയിലാണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചാൽ കൊയിലാണ്ടി സീറ്റ് 2001 ശേഷം കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരിക്കലും ലഭിക്കാത്തൊരു സീറ്റാണ്. കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായ കൊയിലാണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലെയുള്ള പ്രമുഖ നേതാവ് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അപ്പൊ യൂത്ത് കോൺഗ്രസിന് സീറ്റ് കൊടുത്താലോ? യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ മത്സരിച്ചാൽ ജയിച്ചു വരാൻ കഴിയുന്ന സീറ്റാണ്. യൂത്ത് കോൺഗ്രസിന്റെ DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ ആ സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത.
അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിൽ മത്സരിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. VP ദുൽകിഫിലിനോടൊപ്പം തന്നെ നാദാപുരത്തും ദുൽകിഫിലിന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. അത്തരത്തിൽ നിരവധിയായ സ്ഥാനാർത്ഥികൾ, യുവത്വത്തിന് മുൻതൂക്കം നൽകുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് മത്സരിപ്പിക്കും. മികച്ച സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി മത്സരിച്ചാൽ ഇത്തവണ കേരളത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. അബീത്തിനെ പോലെ, VP ദുൽകിഫിലിനെ പോലെ, R ഷഹീനെ പോലെയുള്ള ആളുകളെല്ലാം മത്സരിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയും. ഇത്തരത്തിൽ ഓരോ ജില്ലയിലും നമുക്ക് യുവാക്കളും പരിചയസമ്പന്ന അടക്കമുള്ളവർ മത്സരിച്ചാൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.